सभी को मेरा नमस्कार। हिंदी साहित्य का सर्वप्रथम काल आदिकाल के बारे में हम आज विचार करेंगे। आदिकाल का समय या काल गणना 1050 से लेकर 13,075 तक का माना जाता है। आचार्य रामचंद्र शुक्ल ने आदिकाल को वीरगाथा काल कहा है। आचार्य हसारी प्रसाद द्विवेदी ने आदिकाल नामकरण दिया है। इस काल में अधिकतर रासो ग्रंथ लिखे गए, जैसे विजयपाल रासो, हमीर रासो, खुमान रासो, बिसलदेव रासो, पृथ्वीराज रासो, परमाल रासो आदि। ആദ്യകാലം നമുക്കറിയാം കൂടുതലും വീരരസപ്രധാനമായ രചനയുടെ കാലഘട്ടമായിരുന്നു. 1050 മുതൽ 1375 വരെയുള്ള കാലഘട്ടമാണ് ആദ്യകാല കാലഗണനയായി നമ്മൾ കണക്കാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട രചനകൾ രാസോ കാവ്യങ്ങളായിരുന്നു. പൃഥ്വിരാജ് രാസോ പോലെയുള്ള രാസോ കാവ്യങ്ങളായിരുന്നു എഴുതപ്പെട്ടത്. അതോടൊപ്പം തന്നെ വിദ്യാപതി की कृति कीर्ति पताका और पदावली की भी रचना इसी काल में हुई. വിദ്യാപതിയുടെ മൈഥിൽ കോകിലം നമ്മൾ വിശേഷിപ്പിക്കുന്ന വിദ്യാപതിയുടെ കീർത്തി പതാകയും അതുപോലെ പദാവലി എന്നീ രചനകളും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് രചിക്കപ്പെട്ടത്. सिद्ध साहित्य, जैन साहित्य और लोक साहित्य भी इस काल अवधि में प्रचुर मात्रा में लिखे गए थे. सिद्ध साहित्य, जैन साहित्य और लोक साहित्य ഇതെല്ലാം തന്നെ ഈ കാലയളവിൽ രചിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ കാലയളവിലെ രചനകളാണ്, രചനാ വിഷയങ്ങളാണ്. तो आदिकाल के बारे में कुछ जानकारी यहाँ प्रस्तुत करते हैं. शिव सिंह सेंगर ने 7वीं शताब्दी के पुष्य या पुंड नामक कवि को हिंदी का प्रथम कवि माना है. शिव सिंह सेंगर ने 7ാം ശതകത്തിൽ ജീവിച്ച പുഷ്യ എന്ന കവിയാണ് ഹിന്ദിയിലെ ആദ്യകാലത്തിലെ പ്രഥം കവിയായിട്ട് കണക്കാക്കുന്നത്. राहुल संस्कृत्यायन ने 7वीं शताब्दी के सरहपाद को हिंदी का पहला कवि माना है. രാഹുൽ സംകൃത്യായൻ ഇതേ കാലയളവിൽ ജീവിച്ചിരുന്ന സർഹപാദിനെയാണ്, സിദ്ധ സർഹപാദിനെയാണ് പഹല കവിയായി, ആദ്യത്തെ കവിയായിട്ട് കണക്കാക്കുന്നത്. गणपति चंद्र गुप्त ने भारतेश्वर बाहुबली के रचयिता शालिभद्र सूरी को हिंदी का पहला कवि माना है. गणपति चंद्र गुप्त ആണെങ്കിൽ ഭാരതേശ്വർ ബാഹുബലി രചിച്ച ശാലിഭദ്ര സൂരിയാണ് ഹിന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ കവിയായിട്ട് കണക്കാക്കുന്നത്. ഗണപതി ചന്ദ്രഗുപ്ത് ഭാരതേശ്വർ ബാഹുബലിയുടെ രചയിതാവായിട്ടുള്ള ശാലിഭദ്ര സൂരിയാണ് ഹിന്ദിയുടെ ആദ്യത്തെ കവിയായിട്ട് കണക്കാക്കുന്നത്. ആദികാൽ കെ വിഭിന്ന നാമകരൺ. നമുക്കറിയാം, മറ്റ് കാലക്രമങ്ങൾ പോലെ തന്നെ ആദികാലിന് വിഭിന്ന വിദ്വാൻമാർ വിഭിന്ന നാമകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിന് വിഭിന്ന വിദ്വാൻമാർ നൽകിയ, അതായത് ആദ്യകാലഘട്ടത്തിന് അല്ലെങ്കിൽ പ്രാരംഭികകാലമായിട്ടുള്ള ആദ്യകാലിന് വിഭിന്ന വിദ്വാൻമാർ നൽകിയ പേരുകളാണ് ചേർക്കുന്നത്. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുള്ളതാണ്. ഗ്രിയേഴ്സൺ സർവപ്രഥം ഗ്രിയേഴ്സനെ നാമകരൺ കിയ ഓർ നാം ദിയ ചാരൺ കാൽ. ഗ്രിയേഴ്സൺ, ജോർജ് ഗ്രിയേഴ്സൺ ആദ്യമായിട്ട് ഹിന്ദി സാഹിത്യത്തിൻ്റെ തുടക്കകാലത്തിന് പേര് നൽകുന്നത്. ആ പേര് ചാരൺ കാൽ എന്നായിരുന്നു. കാരണം ചാരൺ ഗ്രന്ഥോങ്കി രചന, അതായത് തങ്ങളുടെ ആശ്രയദാതാക്കളായ രാജാക്കന്മാർ, തങ്ങളുടെ കവികൾ ദർബാറിലെ ആശ്രയികളായിരുന്നു. അങ്ങനെ തങ്ങളുടെ ആശ്രയദാതാക്കളായ രാജാക്കന്മാരെ പുകഴ്ത്തിപ്പാടുന്ന ചാരൺ ഗീതങ്ങളായിരുന്നു അക്കാലത്ത് കൂടുതലും രചിക്കപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് ചാരൺ കാൽ എന്ന പേരാണ് ജോർജ് ഗ്രിയേഴ്സൺ നൽകിയ പേര്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ജോർജ് ഗ്രിയേഴ്സനെ ആദികാൽ को कौन सा नाम दिया, അല്ലേ, किस नाम से पुकारा എന്നൊക്കെ ചോദിക്കാറുണ്ട്. इसका उत्तर है चारण काल. मिश्र बंधुओं ने आरंभिक काल नाम दिया. आदिकाल प्रारंभिक काल होने के कारण आदिकाल को मिश्र बंधुओं ने आरंभिक काल नाम दिया. गणपति चंद्रगुप्त ने प्रारंभ काल या शून्य काल नाम दिया. गणपति चंद्रगुप्त ने प्रारंभ काल या शून्य काल. आचार्य महावीर प्रसाद द्विवेदी ने बीजवपन काल नाम से आदिकाल को पुकारा, यानी बीजवपन काल नाम दिया आदिकाल को महावीर प्रसाद द्विवेदी जी ने.
डॉक्टर रामकुमार वर्मा ने संधिकाल और चारण दोनों नामों से, संधिकाल या चरण काल नाम से आदिकाल को पुकारा, या आदिकाल को संधिकाल या चरण काल दोनों नाम उन्होंने दिया। आचार्य रामचंद्र शुक्ल जी ने उस समय की प्रवृत्ति को ध्यान में रखकर वीर गाथाओं की रचना होते थे उसी समय, इसलिए रामचंद्र शुक्ल ने वीरगाथा काल नाम दिया। विश्वनाथ प्रसाद मिश्र ने वीर काल नाम से आदिकाल को पुकारा था। विश्वनाथ प्रसाद ने आदिकाल को नाम दिया वीर काल। डॉक्टर बच्चन सिंह वीरेंद्र वर्मा ने अपभ्रंश काल नाम दिया आदिकाल को। राहुल संकृत्यायन ने सिद्ध सामंत काल नाम दिया। राहुल संकृत्यायन का नाम प्रमुख नाम है, महत्वपूर्ण सवाल है। राहुल संकृत्यायन ने कौन सा नाम दिया आदिकाल को? वो है सिद्ध सामंत काल। हजारी प्रसाद द्विवेदी ने आदिकाल नाम ही दिया था, वह आज सर्वमान्य हो गए हैं। हजारी प्रसाद द्विवेदी जी द्वारा दिए गए आदिकाल नाम आज सर्वमान्य हो गए हैं। वसुदेव सिंह उद्भव काल नाम दिया। वसुदेव सिंह ने उद्भव काल नाम दिया आदिकाल को। कमलकुल श्रेष्ठ ने अंधकार काल नाम दिया। सुमन राजो ने आधार काल नाम दिया है आदिकाल को। रमाशंकर शुक्ल रसाल ने जय काव्य काल नाम दिया। ऐसा है विद्वानों द्वारा दी गई विभिन्न नाम आदिकाल के लिए। तो रामचंद्र शुक्ल ने आदिकाल को वीरगाथा नाम दिया था। वह वीरगाथा काल नाम इन रचनाओं के आधार पर दिया था। वे रचनाएं कौन कौन से हैं यह हम यहाँ देख रहे हैं। रामचंद्र शुक्ल ने इन 12 रचनाओं के आधार पर वीरगाथा का नाम दिया था, वीरगाथा काल नाम दिया था आदिकाल को। तो रचना का नाम और रचनाकार का नाम यहाँ जोड़ते हैं, ध्यान से सुनिएगा। घुमान रासो दलपति विजय है। घुमान रासो के रचनाकार दलपति विजय है। विजयपाल रासो नल सिंह है। विजयपाल रासो के रचनाकार नल सिंह है। बिसलदेव रासो नरपति नालह। परमाल रासो जगनिक। पृथ्वीराज रासो चंद्रबरदाई। जयमयंग जसचंद्रिका मधुकर कवि। जयचंद्र प्रकाश भट्ट केदार। कीर्तिलता विद्यापति। कीर्ति पताका वो भी विद्यापति की है। विद्यापति की पदावली विद्यापति। अमीर खुसरो की पहेलियाँ अमीर खुसरो। तो आगे हम देखते हैं आदिकाल के प्रमुख रचनाएं एवं उनके रचनाकार। आदिकाल के प्रमुख रचनाकार और उनकी रचनाओं की सूची यहाँ दी गई है। स्वयंभू रचनाकार का नाम स्वयंभू है। उनकी रचनाएं, तो स्वयंभू की रचनाएं है पौमचर्यु, रिठनोमीचर्यु। रिठनोमीचर्यु के और एक नाम है अरिष्टनेमी चरित। अगला कवि है सरहपा यानी सिद्ध सरहपा। दोहा कोश सरहपा की रचना है। अगले रचनाकार है शबरप्पा। चर्यापद है शबरप्पा की रचना। कण्हप्पा, कण्हपात गीतिका और दोहा कोश इनकी रचनाएं हैं। गोरखनाथ, सबदी, पद, प्राण संगली, शिष्या दासन आदि गोरखनाथ की रचनाएं हैं। चंद्रबरदाई, पृथ्वीराज रासो। पृथ्वीराज रासो आचार्य रामचंद्र शुक्ल जी के अनुसार हिंदी का प्रथम महाकाव्य है। आचार्य रामचंद्र शुक्ल जी के अनुसार पृथ्वीराज रासो हिंदी का प्रथम महाकाव्य है। चंद्रबरदाई, पृथ्वीराज रासो पहले हमने कहा था। सारंगधर हम्मीर रासो। दलपति विजय घुमान रासो। जगनिक परमाल रासो। नलसिंह भाट विजयपाल रासो। नरपति नाल बिसलदेव रासो। अब्दुल रहमान संदेश रासक। मुंज रासो के रचयिता का नाम अज्ञात है। देवसेन श्रावकाचार। जिनदत्त सूरी उपदेश रसायन रास। असगु कवि चंदन बाला रास।
जिनधर्म सूरी शूलभद्र रास, शालिभद्र सूरी भारतेश्वर बाहुबली रास, विजयसेन रेवंतगिरी रास, सुमतिगणी नेमिनाथ रास, हेमचंद्र सिद्ध हेमचंद्र शब्दानुशासन, विद्यापति पदावली, कीर्तिलता कीर्ति पताका, लिखनावली आदि रचनाएं। कल्लोल कवि ठोला मारू रादूहा, मधुकर कवि जयमयंग जस चंद्रिका, भट्ट केदार द्वारा जयचंद प्रकाश आदि है हिंदी के आदिकाल में रचित विभिन्न रचनाएं और उनके रचनाकार। तो हम आगे चलते हैं। आदिकालीन हिंदी साहित्य की परंपराओं या प्रवृत्तियों का अध्ययन करने के लिए इसे कुछ वर्गों में विभाजित किया जा सकता है, जैसे सिद्ध साहित्य, जैन साहित्य, नाथ साहित्य, संत साहित्य, रासव साहित्य, लौकिक साहित्य, ഗദ്യ രചനായെ ആദി. ആദ്യകാലത്തിലെ ഹിന്ദി സാഹിത്യത്തിൻ്റെ പരമ്പരകളും അല്ലെങ്കിൽ പ്രവൃത്തി വിശേഷങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദികാലീൻ കാവ്യധാരയെ കുറച്ച് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. സിദ്ധ സാഹിത്യ, ജൈന സാഹിത്യ, നാഥ സാഹിത്യ, സന്ത് സാഹിത്യ, രാസവ് സാഹിത്യ, ലൗകിക് സാഹിത്യ ഓർ ഗദ്യ രചനായും എന്നീ രീതിയിൽ തരംതിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇതിലെ ഓരോ സാഹിത്യത്തെപ്പറ്റിയാണ് നമ്മളിനി മുൻപോട്ട് നോക്കാനായിട്ട് പോകുന്നത്. तो पहला है सिद्ध साहित्य. हिंदी साहित्य परंपरा में सिद्ध साहित्य का महत्वपूर्ण योगदान रहा है. सिद्ध साहित्य ने भक्ति काल की सगुण और निर्गुण दोनों धाराओं को प्रभावित किया है. सिद्धों का संबंध बौद्ध धर्म की वज्रयानी शाखा से है. ये भारत के पूर्वी भाग में सक्रिय थे. इनकी संख्या 84 मानी जाती है, जिनमें सरहप्पा, शबरप्पा, लुइप्पा, डुम्भिप्पा, कुकरिप्पा आदि मुख्य है. सरहप्पा प्रथम सिद्ध कवि थे. इन्होंने जातिवाद और बाह्याचारों पर प्रहार किया, देहवाद का महिमा मंडन किया और सहज साधना पर बल दिया. ये महासुखवाद द्वारा ईश्वरत्व की प्राप्ति पर बल देते हैं. ഹിന്ദി സാഹിത്യ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് സിദ്ധ വിഭാഗമെന്ന് പറയുന്നത്. ബൗദ്ധധർമ്മത്തിൻ്റെ പ്രഭാവമാണ് നമുക്ക് സിദ്ധ സാഹിത്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സിദ്ധ കവികളുടെ അല്ലെങ്കിൽ സിദ്ധോങ്കി സംഖ്യ 84 കഹാ ജാത്ത ഹെ. 84 സിദ്ധരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. 84 സിദ്ധരുടെ സംഖ്യ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 84. അതിൽ പ്രധാനപ്പെട്ടവരാണ് സർഹപ്പ, ശബരപ്പ, ലൂയിപ്പ, ഡുംബിപ്പ, കുക്കുരിപ്പ എന്നിവരാണ് അതിൽ മുഖ്യമായിട്ടുള്ള ആൾക്കാർ. ജാതിവാദ് അതുപോലെ ബാഹ്യാചാരങ്ങളൊക്കെ എതിർക്കുകയായിരുന്നു സിദ്ധ സാഹിത്യത്തിൻ്റെ പ്രധാന സവിശേഷത അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം. सिद्ध साहित्य को मुख्यतः निम्न 3 श्रेणियों में विभाजित किया जा सकता है. नीति या आचार संबंधित साहित्य, ഉപദേശപരക സാഹിത്യ, സാധന സംബന്ധിയ രഹസ്യവാദി സാഹിത്യ. സിദ്ധ സാഹിത്യത്തെ 3ആയി തരംതിരിക്കാം. നീതിയ ആചാര സംബന്ധി, ആചാര പദ്ധതികളുമായി സംബന്ധിച്ച സാഹിത്യം. ഉപദേശപരക സാഹിത്യം, ഉപദേശാത്മക സാഹിത്യം. സാധനാ സംബന്ധി അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥനയുടെ രീതി അല്ലെങ്കിൽ രഹസ്യവാദി അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള പ്രയാണത്തെപ്പറ്റിയുള്ള സാഹിത്യം. അങ്ങനെയുള്ള 3 രീതിയിൽ നമുക്ക് സാധനാമാർഗങ്ങളെ, സിദ്ധരുടെ സാധനാമാർഗങ്ങളെ അല്ലെ സാഹിത്യ സാധനയെ നമുക്ക് 3ആയി തരംതിരിക്കാം. तो सिद्ध साहित्य के सिद्ध सिद्धों में सर्वप्रथम है सिद्ध सरहप्पा. सरहप्पा का अन्य नाम है सरहपाद, सरोजवज्र, राहुल भद्र आदि अन्य नाम भी सरहपाद को है या सरहप्पा को है. सिद्ध सरहप्पा से सिद्ध संप्रदाय की शुरुआत मानी जाती है. सिद्ध सरहപ്പയാണ് സിദ്ധ സമ്പ്രദായത്തിൻ്റെ തുടക്കക്കാരനെന്നാണ് പറയപ്പെടുന്നത്. യഹ് പഹലെ സിദ്ധ യോഗി थे. ആദ്യത്തെ സിദ്ധ യോഗിയായിട്ട് വിലയിരുത്തപ്പെടുന്നത് ആരെയാണ്? സിദ്ധ സർഹപ്പയെ തന്നെയാണ്. जाति से यह ब्राह्मण थे. राहुल संकृत्यायन ने इनका जन्मकाल 769 ईस्वी का माना, जिससे सभी विद्वान सहमत है. രാഹുൽ സംകൃത്യായൻ്റെ അഭിപ്രായത്തിൽ 769 ഈസ്വിയിൽ ആണ് സിദ്ധ സർഹപ്പ ജനിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മകാലം മറ്റ് വിദ്വാൻമാരെല്ലാം തന്നെ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. ഇൻകെ
द्वारा रचित 32 ग्रंथ बताए जाते हैं जिनमें से दोहा कोश हिंदी की रचनाओं में प्रसिद्ध है. അദ്ദേഹത്തിൻ്റെ ഏകദേശം 32 രചനകളോളം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ദോഹാകോശ് എന്ന ഹിന്ദി രചനയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചന. ദോഹാകോശാണ്. ഇനോനെ പാഖണ്ഡ് ഓർ ആഡംബർ കാ വിരോധ് കിയാ തഥാ ഗുരു സേവാക്കോ മഹത്വ ദിയ. അദ്ദേഹം എന്താണ് ബാഹ്യാഡംബരത്തെയും പാഖണ്ഡ് അന്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ എല്ലാത്തിനെയും തന്നെ എതിർക്കുന്ന ആളായിരുന്നു. ഗുരുമഹിമയ്ക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം. അഗ്ലാ കവി ഹേ सबरपा. इनका जन्म 780 ईस्वी में हुआ. यह क्षत्रिय थे. सरहपा से इन्होंने ज्ञान प्राप्त किया. चर्यापद इनकी प्रसिद्ध पुस्तक है. इनकी कविता का उदाहरण वो नीचे दिया गया है. इनकी एक कविता है. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ കവിത തന്നിട്ട് ഇതാരുടേതാണെന്ന് ചിലപ്പോൾ ചോദിക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തിന് ചില കവിതകളുടെ വരികൾ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സബറപ്പ ജനിച്ചത് 780 ഈസ്വിയിലാണെന്ന് പറയുന്നു. അദ്ദേഹം ആദ്യത്തെ സിദ്ധനായ സർഹപ്പയിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചത് അല്ലെങ്കിൽ വിദ്യ സ്വീകരിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് ചര്യാപദ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. अगला कवि है लुईपा. ये राजा धर्मपाल के राज्यकाल में कायस्थ परिवार में जन्मे थे. सबरपा ने इन्हें अपना शिष्य माना था. 84 സിദ്ധോं में इनका सबसे ऊंचा स्थान माना जाता है. ശ്രദ്ധിക്കുക, 84 സിദ്ധന്മാരിൽ ഏറ്റവും ഉയർന്ന ഗണനയിൽപ്പെടുത്തുന്ന സിദ്ധനാണ് ആര്? ലൂയിപ്പ. उड़ीसा के तत्कालीन राजा और मंत्री इनके शिष्य हो गए थे. ഒഡീസയിലെ ആ സമയത്തെ രാജാവും മന്ത്രിയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. अगला कवि है ढोम्मिप्पा. मगध के क्षत्रिय वंश में जन्मे ढोम्मिप्पा ने विरूपा से दीक्षा ग्रहण की थी. इनका जन्मकाल 840 ईस्वी रहा. इनके द्वारा 21 ग्रंथों की रचना की गई है जिनमें डोम्बी गीतिका, योगाचार्य और अक्षर वित्कोपदेश प्रमुख है. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ 840 ഈസ്വിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മകാലമെന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ഏകദേശം 21 ഗ്രന്ഥങ്ങളോളം രചിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഡൊംബിഗീതികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. യോഗാചര്യ ഔർ അക്ഷർ ദിഗോപദേശ് എന്നീ രചനകളും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ് അവയെല്ലാം. अगले कवि है कन्हप्पा. इनका जन्म ब्राह्मण वंश में 820 ईस्वी में हुआ था. ये कर्नाटक के थे लेकिन बिहार के सोमपुरी स्थान पर रहते थे. जलंधरप्पा को इन्होंने अपना गुरु बनाया था. इनके लिखे 74 ग्रंथ बताए जाते हैं या यह पौराणिक रूढ़ियों और उनमें फैले भ्रमों के खिलाफ थे. 820 ഈസ്വിയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞ് കർണാടകയിലാണ് ജന്മമെങ്കിൽ അദ്ദേഹം ബീഹാറിലാണ് വസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ജലന്ധറപ്പയായിരുന്നു കൺഹപ്പയുടെ ഗുരു. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കൺഹപ്പയുടെ ഗുരുവിൻ്റെ പേര് ജലന്ധറപ്പയാണ്. ഏകദേശം 74ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുരാണപരമായ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് അദ്ദേഹവും എഴുതിയിരുന്നത്. अगला कवि है कुकरिप्पा. कपिलवस्तु के ब्राह्मण कुल में इनका जन्म हुआ. चरपटिया इनके गुरु थे. कुकरिप्पा के गुरु का नाम है चरपटिया. इनके द्वारा रचित 16 ഗ്രന്ഥ മാനെ ഗേ ഹെ. 16ഓളം ഗ്രന്ഥങ്ങൾ കുക്രിപ്പ രചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. तो आगे चलते हैं सिद्ध कवियों की रचनाओं की ओर. तो पहला सिद्ध योगी है सरहप्पा. इनकी रचनाओं की ओर हम जा रहे हैं. सिद्ध सरहप्पा, इनकी रचनाएं हैं दोहाकोश, उपदेश गीति, द्वादशोपदेश, डाकिनी, गृहाय वज्रगीति, चर्यागीति, चित्तकोश, अजव्रजगीति. इनके कुल 32 ഗ്രന്ഥ है. ഏകദേശം 32ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മുൻപ് പറഞ്ഞ ദോഹാകോശ് തന്നെയാണ്. सबरपा की रचनाएं चर्यापद, सिद्धगुरु, वज्रयोगिनी, आराधन विधि आदि है सबरपा की प्रमुख रचनाएं. लुईपा अभिसमय विभंग,
तत्व स्वभाव, दोहाकोश, बुद्धोदय, भगवत अमभिसय, लुईपा गीतिका आदि है लुईपा की रचनाएं। डोम्बिपा की रचनाएं अक्षर दिगोपदेश, डोम्बी गीतिका, नाड़ी, विद्वारी योग चर्या, इनके कुल 29 ग्रंथ है। इनका कुल 29 ग्रंथ है। अगले कवि है कण्हप्पा। योगरत्नमाला, असबद दृष्टि, वज्रगीति, दोहाकोश, बसंत तिलक, कण्हपाद गीतिका आदि इनकी रचनाएं हैं। अगला कवि है द्वारिकप्पा। तदथा दृष्टि, सप्तम सिद्धांत, ओड्डियान, विनिर्गत, महागय, तत्वोपदेश आदि इनकी रचना है। शांतिपा की रचनाएं सुख दुख द्वय परित्याग है। तंदिपा की रचनाएं चतुर्योग भावना है। विरूपा की रचनाएं अमृत सिद्ध, विरूप गीतिका, मार्ग फलान्विताव, वादक आदि रचनाएं हैं। अगला कवि है भुसुकप्पा। इनकी रचनाएं है बोधि चर्यावतार, शिक्षा समुच्चय आदि 2 रचनाएं। वीणापा की रचनाएं है वज्रडागिनी, निष्पन्न क्रम। कुकरीपा की रचना है तत्वसुख, भावनासारी योग, भवनोपदेश, स्वपरिच्छेदन आदि। मीनपा की रचना है बाह्यतरंबोधि, चित बंधोपदेश। महीपा की रचनाएं है वायु तत्व, दोहा गीतिका आदि। कंबलपाद की रचनाएं है असबद दृष्टि और कंबल गीतिका। नरोपा की रचनाएं है नाड़ पंडित गीतिका, वज्र गीति आदि। गौरीपा की रचनाएं है गोरखवाणी, पद शिष्य दर्शन आदि रचनाएं। आदिनाथ की रचनाएं है विमुक्त मार्जरी गीत, हुंगार चरित, बिंदु भावना क्रम। तिलोपा की रचनाएं है करुणा, भावनाधिष्ठान, महा, भद्रोपदेश आदि। तो तिलोपा की रचनाओं के बारे में आगे कहने जा रहे हैं। तिलोपा की रचनाओं का एक संग्रह महामहोपाध्याय हरप्रसाद शास्त्री ने बंगला भाषा में बौद्धगान ओ दोहा के नाम से निकाला था। തിലോപ്പയുടെ രചന ഹർപ്രസാദ് ശാസ്ത്രി ബംഗ്ലാ ഭാഷയിൽ ബൗദ്ധഗാൻ ഓ ദോഹ എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക്. ഹർപ്രസാദ് ശാസ്ത്രിയാണ് തിലോപ്പയുടെ രചനകൾ ബംഗ്ലാ ഭാഷയിൽ പുറത്തിറക്കിയിട്ടുള്ളത്. सिद्धों की भाषा में उलटबासी शैली का पूर्व रूप देखने को मिलता है. സിദ്ധ ഭാഷയിൽ ഉലട്ബാസി ശൈലിയുടെ പൂർവ്വരൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ചില വിദ്വാൻമാരുടെ അഭിപ്രായങ്ങളാണ് സിദ്ധ സാഹിത്യത്തെ പറ്റിയുള്ള. हजारी प्रसाद द्विवेदी ने सिद्ध साहित्य की प्रशंसा करते हुए लिखा है कि जो जनता तात्कालिक नरेशों की स्वेच्छाचारिता पराजय त्रस्त होकर निराश के गर्त में गिरी हुई थी, उनके लिए इन सिद्धों की वाणी ने संजीवनी का कार्य किया है. हजारी प्रसाद ദ്വിവേദിജിയുടെ അഭിപ്രായമാണ്. ജനതയുടെ ത്രസ്തരായിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരുടെ വിലാസിത കൊണ്ട് ത്രസ്തരായിരുന്ന ജനതയ്ക്ക് സിദ്ധസാഹിത്യം ഒരു വലിയ ആശാവഹമായൊരു പ്രതീക്ഷയാണ് നൽകിയതെന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ അഭിപ്രായം. राहुल संकृत्यायन ने आदिकाल को सिद्ध सामंत युग कहा है. उनका कहना है कि राहुल संकृत्यायन को इस काल में दो प्रवृत्तियां लक्षित होती हुई सिद्धों की बानी और सामंतों की स्तुति. രാഹുൽ സംകൃത്യായൻ ഈ കാലഘട്ടത്തെ സിദ്ധ സാമന്ത് യുഗെന്ന് പേര് നൽകാനുള്ള കാരണം ഇതാണ്. അദ്ദേഹം കണ്ടത് ഈ കാലഘട്ടത്തിലുള്ളത് സിദ്ധരുടെ ബാണി അല്ലെങ്കിൽ സിദ്ധരുടെ രചനകളാണ് ഒന്ന് കണ്ടത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളാണ് കേട്ടത് ആ കാലഘട്ടത്തിൽ തെളിഞ്ഞു കേട്ടിരുന്നത്. അതുപോലെ തന്നെ സാമന്ത രാജാക്കന്മാരുടെ സ്തുതിയും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ സംകൃത്യായൻ ഈ കാലഘട്ടത്തിന് സിദ്ധ സാമന്ത് യുഗം എന്ന് പേര് നൽകാൻ കാരണം. श्री पर्वत सिद्धों का प्रधान केंद्र रहा है. सिद्धों का प्रधान केंद्र का नाम क्या है എന്ന് ചോദിച്ചാൽ അതിന് ശ്രീ പർവ്വതമാണ്. സിദ്ധന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി അവർ കണക്കാക്കുന്ന സ്ഥലമാണ് ശ്രീ പർവ്വത്.
सिद्धों के विचार दर्शन के प्रमुख ग्रंथ साधन समुच्चय, ആദികർമ്മ പ്രദീപ് ഓർ മഞ്ജുശ്രീ മൂലകൽപ്പ് ആദിഹി. അതായത് സിദ്ധരുടെ സാധനാ സമുച്ചയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാര ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന 3 ഗ്രന്ഥങ്ങളാണ് സാധൻ സമുച്ചയ, ആദികർമ്മ പ്രദീപ്, അതുപോലെ മഞ്ജുശ്രീ മൂലകൽപ്പ് എന്നീ 3 ഗ്രന്ഥങ്ങൾ. ये प्रमुख ग्रंथ ശ്രീപർവ്വത് पर लिखे गए थे. ശ്രീപർവ്വതം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ രചിക്കപ്പെട്ടത്. അത് അവിടെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ സ്ഥലത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥലമാണ് സിദ്ധരുടെ പ്രധാന കേന്ദ്രമായിട്ട് ശ്രീപർവ്വതത്തെ അവർ കാണുന്നത്. सन 1907 में महामहोपाध्याय हरप्रसाद शास्त्री ने सर्वप्रथम नेपाल में सिद्ध साहित्य का पता लगाया था. 1907 സിദ്ധ സാഹിത്യത്തെപ്പറ്റിയുള്ള ആദ്യത്തെ കണ്ടെത്തലുകൾ നടത്തുന്നത്. അതാരായിരുന്നു? മുൻപ് പറഞ്ഞ ഹർപ്രസാദ് ശാസ്ത്രിയാണ് ആദ്യമായി സിദ്ധ സാഹിത്യത്തെപ്പറ്റിയുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള രേഖകൾ നേപ്പാളിൽ നിന്നാണ് കണ്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിദ്ധ സാഹിത്യത്തെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള അറിവുകളാണ്. അപ്പോൾ ഇതാണ് ആദ്യകാലിലെ നാംകരണിനെ പറ്റി നമ്മൾ പറഞ്ഞു. വിഭിന്ന വിദ്വാൻമാർ നൽകിയ നാംകരൺ. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യശാഖയായ സിദ്ധ സാഹിത്യത്തെ പറ്റിയാണ് നമ്മൾ ഈ കാലാംശത്തിൽ പഠിച്ചത്. तो अगले कालांश में मिलेंगे. नमस्कार.